ആദിയിൽ തന്നെ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടുകൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടുകൂടെയായിരുന്നു. സമസ്തവും അവൻ വഴി ഉണ്ടായി. അവൻ വഴിയല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവിടുത്തെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ ദൈവമായ വചനത്തിൻ്റെ മനുഷ്യാവതാരത്തെപ്പറ്റി നൽകിയിരിക്കുന്ന വിവരണമാണത്. വചനം മാംസമായി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വചനം മനുഷ്യനായി, യഥാർത്ഥ മനുഷ്യനായി, സമ്പൂർണ്ണ മനുഷ്യനായി, പരിപൂർണ മനുഷ്യനായി എന്നതാണ്. വിവേകവും ബുദ്ധിയുമുള്ള, അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായി അവിടുന്ന് സ്ത്രീയിൽ നിന്ന് ജാതനായി എന്നാണല്ലോ സിറോ മലബാർ കുർബാനയിൽ നമ്മൾ ചൊല്ലുക. മനുഷ്യ സഹജമായ എല്ലാ ബലഹീനതകളുമുള്ള, വികാരങ്ങളും വിചാരങ്ങളുമുള്ള, വേദനകളും പ്രയാസങ്ങളുമുള്ള, വിശപ്പും ദാഹവും ക്ഷീണവുമുള്ള, പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളുമുള്ള ഒരു യഥാർത്ഥ മനുഷ്യനായി വചനം മാറി. വചനം മാംസമായതോടുകൂടി, വചനത്തിൻ്റെ മനുഷ്യാവതാരം സംഭവിച്ചതോടുകൂടി വചനത്തിൽ വ്യത്യാസം വന്നു എന്ന് പറയാം. അതായത് ദൈവത്തോടുകൂടെയായിരുന്ന വചനം മനുഷ്യരോടുകൂടെയായി, ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്ന വചനം മനുഷ്യന്റെ രൂപത്തിലായി, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലായിരുന്ന വചനം മനുഷ്യരുടെ സാദൃശ്യത്തിലായി. ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ അവിടുന്ന് ശൂന്യനാക്കി എന്ന് പറയുമ്പോൾ ദൈവത്വം ഉപേക്ഷിച്ചു എന്നല്ല അർത്ഥമാക്കുന്നത്. അവിടുന്ന് എല്ലായ്പ്പോഴും ദൈവമാണ്. ദൈവത്വം ഉപേക്ഷിക്കുവാൻ അവിടത്തേക്ക് സാധിക്കുകയില്ല. അനാദി മുതൽ ദൈവമാണ്, നിത്യമായിട്ട് അവിടെ ദൈവമാണ്. എന്നാൽ ദൈവികമായ മഹത്വവും പ്രതാപവും അധികാരവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ ശൂന്യനാക്കി. ആ ശൂന്യവൽക്കരണം കർത്താവിൻ്റെ ജീവിതത്തിൽ ഉടനീളം തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് അതിൻ്റെ പാരമ്യത്തിലെ പൂർണ്ണതയിലെത്തുന്നത് കാൽവരിയിലെ കുരിശിലാണ്. ആദ്യത്തെ ആദം ദൈവത്തെ പോലെയാകുന്നതിനു വേണ്ടി ദൈവത്തെ ധിക്കരിച്ചു. രണ്ടാമത്തെ ആദമായ യേശു തൻ്റെ ദൈവവുമായിട്ടുള്ള സമാനത നിലനിർത്താതെ തന്നെ ശൂന്യനാക്കി മനുഷ്യരുടെ രക്ഷയ്ക്കായിട്ട് മനുഷ്യരെ ദൈവീകരാക്കുന്നതിനു വേണ്ടി നമ്മുടെ പക്കലേക്ക് ഇറങ്ങി വന്നു. ഇതാണ് ദൈവപുത്രന്റെ മനുഷ്യാവതാരം. ദൈവപുത്രന്റെ മനുഷ്യാവതാരം വഴി നമ്മളൊക്കെ എത്രമാത്രം ധന്യരായി. അവിടുന്ന് ഇത്രമാത്രം തന്നെ ശൂന്യനാക്കിയത് മൂലം നാമൊക്കെ എത്രമാത്രം ധന്യരായി, അനുഗ്രഹീതരായി, സമ്പന്നരായി എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ലോകരക്ഷകനായ മിശിഹായെ അങ്ങയുടെ ആഗമനം അനുഗ്രഹീതമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മാലാഖമാരോടുകൂടി അവിടത്തെ പാടിപ്പുകഴ്ത്തുവാൻ സാധിക്കുക. പിതാവായ ദൈവം നമ്മോട് കാണിച്ച സ്നേഹത്തെ ഓർത്തുകൊണ്ട് കർത്താവിന് പുതിയ കീർത്തനം പാടുവിൻ, എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തുവെന്ന് പറഞ്ഞുകൊണ്ട് അവിടത്തെ പാടിപ്പുകഴ്ത്തുവാൻ നമുക്ക് സാധിക്കുക. ദൈവപുത്രന്റെ മനുഷ്യാവതാരം വഴി നാം എല്ലാവരും വളരെയേറെ അനുഗ്രഹീതരായി. ദൈവം ആരാണ് എന്ന് യഥാർത്ഥത്തിൽ നമ്മൾ അറിയുന്നത് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു പിതാവായി ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നത് മൂലമാണ്. ദൈവം പിതാവാണ് എന്ന് പഴയ നിയമത്തില് പറഞ്ഞിരുന്നുവെങ്കിലും
അതുവഴി അർത്ഥമാക്കപ്പെട്ടിരുന്നത് പ്രപഞ്ച സൃഷ്ടാവ് എന്നാണ്. എന്നാൽ യേശു നമുക്ക് പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തി തന്നു. ദൈവം സ്നേഹസമ്പന്നനായ പിതാവാണ്, സ്നേഹം തന്നെയായ പിതാവാണ് എന്ന് യേശുവിലൂടെയാണ് ലോകം ആദ്യമായിട്ട് അറിഞ്ഞത്. യേശുവിലൂടെ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചറിവും അതുതന്നെയായിരുന്നു. യേശു തന്റെ ജീവിതത്തിലൂടെ, തന്റെ പ്രബോധനത്തിലൂടെ, ഉപമകളിലൂടെയോ ഈ പിതാവായ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരികയായിരുന്നു. ആ പിതാവായ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരിക മാത്രമല്ല യേശു ചെയ്തത്, തനിക്ക് സ്വന്തമായിരുന്ന ആ ആബ അനുഭവത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും അവിടെ ആനയിച്ചു. യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടുത്തെ നാമത്തിൽ വിശ്വസിച്ചവർക്ക് അവിടെ നൽകിയ അനുഗ്രഹമാണത്. മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ച വലിയ അനുഗ്രഹമാണ് ദൈവമക്കളായി തീരുവാനുള്ള ആ വലിയ കൃപ. അത് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുകയുണ്ടായി. ദൈവത്തെ പിതാവെന്ന് നമ്മൾ വിളിക്കുന്നു. നാം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മക്കള് ആയി തീർന്ന് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുകയാണ്. ദൈവവുമായുള്ള ബന്ധത്തിന് പുതിയൊരു മാനം കൈവരികയാണ്. അതൊരു പിതൃപുത്ര ബന്ധമായിട്ട് മാറുകയാണ്. നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളായി, പിതാവായ ദൈവത്തിന്റെ മക്കളായി തീരുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുകയുണ്ടായി. നാം എല്ലാവരും ആ പിതാവിന്റെ മക്കളാണെങ്കിൽ നമ്മളെല്ലാവരും പരസ്പരം സഹോദരി സഹോദരന്മാരാണ്. യേശു ക്രിസ്തുവാണ് ആ സഹോദര ഗണത്തിലെ ആദ്യജാതൻ, നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ. ആ സഹോദര ഗണത്തിലെ അംഗങ്ങളാകുവാനും നമുക്ക് സാധിച്ചു. ദൈവിക കുടുംബത്തിലെ അംഗങ്ങളാകുവാൻ നമുക്ക് സാധിച്ചു. നമുക്ക് പരസ്പരം സഹോദരി സഹോദരന്മാരായിട്ട് കാണുവാനും അപ്രകാരം സ്നേഹിക്കുവാനും സ്വീകരിക്കുവാനുമൊക്കെ നമുക്ക് സാധിക്കണം. ദൈവ അനുഗ്രഹത്താൽ നമുക്ക് ലഭിച്ച വലിയ ഒരു അനുഗ്രഹം അതാണ്. യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നവർ മാത്രമല്ല ദൈവമക്കള്, വ്യാപകാർത്ഥത്തിലെ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. കാരണം എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. അതുകൊണ്ട് ജാതി മത ഭേദമന്യേ എല്ലാവരെയും ദൈവത്തിന്റെ മക്കളായിട്ട് കാണുവാൻ, ശത്രു മിത്രഭേദമന്യേ എല്ലാവരെയും ദൈവത്തിന്റെ മക്കളായിട്ട് കാണുവാൻ നമുക്ക് സാധിക്കണം. കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അതാണ്. അപ്പോൾ ദൈവപുത്രന്റെ മനുഷ്യാവതാരം വഴി നമുക്കൊക്കെ ദൈവ മക്കളായി തീരുവാൻ സാധിച്ചു, യഥാർത്ഥ മക്കളായി തീരുവാൻ സാധിച്ചു. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിച്ചു. യേശുവിന്റെ സഹോദര ഗണത്തിലെ അംഗങ്ങളായി തീരുവാൻ നമുക്ക് സാധിച്ചു. ദൈവ കുടുംബത്തിന്റെ അംഗങ്ങളായിട്ട് മാറുവാൻ നമുക്ക് സാധിച്ചു. ഇതെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നമുക്ക് ലഭിച്ച വലിയ കൃപയാണ്. ഇതേപ്പറ്റിയൊക്കെ നമുക്ക് ബോധ്യമുണ്ടാകണം. ഇതൊക്കെ നമ്മൾ വിശ്വസിച്ചത് കൊണ്ട് മാത്രമല്ല, ഇതേപ്പറ്റി ബോധ്യപ്പെടുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമുക്ക് ഈ അവസരത്തിൽ, പ്രത്യേകിച്ചും ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തെപ്പറ്റി നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തില്, ലോകരക്ഷകനായ മിശിഹായെ നിന്റെ ആഗമനം അനുഗ്രഹീതമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാലാഖമാരോടുകൂടി അവിടുത്തെ പാടിപ്പുകഴ്ത്തുവാനും, പിതാവായ ദൈവം നമുക്ക് തന്റെ പുത്രനിലൂടെ കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി പുതിയ കീർത്തനം പാടി അവിടുത്തെ സ്തുതിക്കുവാനും നമുക്ക് സാധിക്കുക. ഈ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്നാണ് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഷാലോം ടിവിയുടെ പ്രേക്ഷകരായ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നവവത്സരം അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഭിഷേകാഗ്നിയിലെ എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്മസിന്റെ സമാധാനവും സന്തോഷവും. ഈ കഴിഞ്ഞ രാത്രിയിൽ ലോകം ഒരു ദൈവത്തെ കണ്ടു. പുൽക്കൂട്ടിൽ കുഞ്ഞിക്കാലുകൾ കടിച്ച് കുഞ്ഞിക്കൈകൾ വീശി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഉണ്ണീശോയെ, കാലികളുടെ സങ്കേതമായ പുൽത്തൊഴുത്തിൽ കീറത്തുണികളാൽ പൊതിയപ്പെട്ട് കിടക്കുന്ന ഉണ്ണീശോ, ലൂക്കായുടെ സുവിശേഷം
2-ാം അധ്യായം 12-ാം തിരുലിഖിതം ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. ദൂതൻ അവരോട് പറഞ്ഞു, ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം. വെള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ഈ രാത്രിയിൽ ലോകം മുഴുവൻ ഉണ്ണീശോയെ കണ്ട് ആരാധിക്കുന്ന രാത്രിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുൽത്തൊഴുത്തിൽ പിറന്ന ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? ഫിലിപ്പിയ ലേഖനത്തിൽ 2-ാം അധ്യായം 6 മുതൽ 9 വരെ വാക്യങ്ങൾ. അവൻ ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു കാര്യമായി പരിഗണിക്കാതെ ഒരു ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യന്റെ സാദൃശ്യത്തിലായി തീർന്ന് മനുഷ്യന്റെ ആകൃതിയിൽ അവൻ കാണപ്പെട്ടു. അവൻ അനുസരണമുള്ളവനായി മരണത്തോളം, അതിൽ കുരിശു മരണത്തോളം അവൻ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം അവന് നൽകുകയും ചെയ്തു. പുൽക്കൂട്ടിൽ പിറന്ന ദൈവം ഈ ലോകത്തിൽ എല്ലാ ദൈവമക്കൾക്കും നൽകുന്ന ഒരു വഴിയുണ്ട്. വലുതാകാൻ നീ ദൈവം താഴ്ത്തുമ്പോൾ ചെറുതാകണം. ദൈവം താഴ്ത്തുമ്പോൾ നീ ചെറുതാകാൻ മനസ്സാകുന്നുവോ, ദൈവം നിന്നെ ഉയർത്തും. എന്നാൽ ലോകം പറയുന്നൊരു വഴിയുണ്ട്. അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റില്ല. എപ്പോഴും അങ്ങനെ അങ്ങ് വിട്ടുകൊടുത്താൽ ശരിയാവോ? ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ടായി. ഭർത്താവ് എന്താ പറയുക? ഭർത്താവ് പറയും, ഇങ്ങനെ ചിന്തിക്കും, ഞാൻ ഭർത്താവാണ്, ഞാൻ പറയുന്നതാണ് അവളെ കേൾക്കേണ്ടത്, ഞാനല്ല അവളാണ് എന്നെ അനുസരിക്കേണ്ടത്, അവൾ എന്റെ ഭാര്യയാണ്, അവളെന്നെ പ്രശ്നം ഉണ്ടാക്കിയത്, അവൾ ആദ്യം താഴട്ടെ. ഭാര്യ എന്താണ് ചിന്തിക്കുന്നത്? ഭാര്യ പറയുന്നു, എപ്പോഴും അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല, കുറെ നാളായി വിട്ടുകൊടുക്കണം, ഇനി അങ്ങനെ താഴാൻ പറ്റില്ല, എനിക്കൊരു ആത്മാഭിമാനം, എനിക്കൊരു ജീവിതമുണ്ട്. പണ്ടത്തെ പോലെ മേൽക്കോയ്മ എടുക്കാനൊന്നും വരണ്ട. പുള്ളിക്കാരനെ പോലെ എനിക്ക് തുല്യ അവകാശമുണ്ട്, ഞാൻ അങ്ങനെ താഴാൻ കൂട്ടാക്കുന്നില്ല. ഇവിടെ ക്രിസ്തു മരിക്കുന്നു. സ്വാർത്ഥതയുടെ കൊമ്പ് ഇവിടെ ഉയർന്നു നിൽക്കുന്നു. ദൈവം ഇവിടെ പിറക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം താഴ്ത്തുമ്പോൾ താഴ്ത്തപ്പെടാൻ നീ മനസ്സാകുന്നുവോ, നീ ക്രിസ്മസിന്റെ സന്തോഷം അനുഭവിക്കും. ദൈവം പിറക്കുന്ന ബന്ധങ്ങൾ ഉണ്ടാകും. അല്ലയോ ഭാര്യമാരെ, അല്ലയോ ഭർത്താക്കന്മാരെ, സമാനത നിലനിർത്തേണ്ടത് ഒരു കാര്യമായി കണക്കാക്കാതെ ഒരു ദാസനെ പോലെ, ഒരു ദാസിയെ പോലെ താഴ്ത്തപ്പെടുമ്പോൾ താണു കൊടുക്കാൻ നിനക്ക് സാധിക്കുമോ? അവിടെ ക്രിസ്മസിന് സന്തോഷമുണ്ട്. നിന്റെ ജീവിത പങ്കാളിയുടെ മുമ്പിൽ, നിന്റെ മക്കളുടെ മുമ്പിൽ, മാതാപിതാക്കളുടെ മുമ്പിൽ, മേലുദ്യോഗസ്ഥന്റെ മുമ്പിൽ, കീഴ് ജീവനക്കാരന്റെ മുമ്പിൽ താഴ്ത്തപ്പെടുമ്പോൾ താണു കൊടുക്കാൻ നിനക്ക് പറ്റുമോ? അമർഷത്തോടെയല്ല, കണ്ണുനീരോടെയല്ല, സങ്കടത്തോടും വലിയ വിഷമത്തോടും കൂടിയല്ല, ഒരു സ്നേഹത്തിന്റെ അവതാരമായി, അവന് വേണ്ടി ഞാൻ സഹിക്കാമെന്ന ചിന്തയോടെ ഒരു സ്നേഹത്തിന്റെ അവതാരമായി താഴ്ത്തപ്പെടുമ്പോൾ താണു കൊടുക്കാൻ പറ്റുമോ? അവിടെ ക്രിസ്മസിന്റെ സന്തോഷമുണ്ട്. അവിടെ ദൈവം ജനിക്കുന്നുണ്ട്. ദൈവം പിറക്കുന്ന നിമിഷമാണത്. അല്ലയോ മക്കളെ, കുടുംബത്തിൽ നിങ്ങൾക്കുള്ള സമാനത ഒരു കാര്യമായി കണക്കാക്കാതെ ഒരു ദാസനെ പോലെ, ഒരു ദാസിയെ പോലെ നിനക്ക് താഴാൻ പറ്റുമോ? നിന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് നീ വിചാരിക്കുന്ന നിന്റെ അപ്പന്റെ മുമ്പിൽ, നിനക്ക് പാര പണിയുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ സഹോദരങ്ങളുടെ മുമ്പിൽ അവിടെ ക്രിസ്മസിന്റെ സന്തോഷമുണ്ട്. അവിടെ നിന്റെ ജീവിതത്തിൽ ദൈവം പിറക്കുന്ന നിമിഷമാണ്. പൂർവ്വപിതാവായ ജോസഫ് കുടുംബത്തിലെ ബാക്കി സഹോദരങ്ങളെല്ലാം ഒറ്റക്കെട്ടായി അവനെ താഴ്ത്തി. അവൻ എതിർപ്പൊന്നും കൂടാതെ താണു കൊടുത്തു. ദൈവം അവനെ അത്യധികം ഉയർത്തി. അവനെ ഈജിപ്തിന്റെ ഭരണാധികാരിയാക്കി ദൈവം മാറ്റി.
അവന്റെ അന്ത്യനിമിഷം വരെയും ദൈവം അവനെ ഉയർത്തിക്കൊണ്ടേയിരുന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ 2-ാം അധ്യായം 3-ാം വാക്യം, മറ്റുള്ളവരെ താഴ്മയോടെ നിന്നേക്കാൾ ശ്രേഷ്ഠരായി നീ കരുതണം. നീ ദൈവം താഴ്ത്തുമ്പോൾ താണു കൊടുക്കുമോ, ദൈവം നിന്നെ അത്യധികം ഉയർത്തും. മദർ തെരേസയുടെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി. നിരാശരായ തന്റെ മക്കൾക്ക് വേണ്ടി മദർ ഒരു മഹാധനികന്റെ വീട്ടിൽ ചെന്ന് ധർമ്മം യാചിക്കുകയാണ്. മദറിനോട് വലിയ വെറുപ്പുള്ള ധനികൻ ആ മദറിന്റെ കയ്യിലേക്ക് കാർക്കിച്ച് തുപ്പി. മദർ ആ കാർക്കിച്ച് തുപ്പിയ കരം മാറോട് ചേർത്ത് പിടിച്ചിട്ട് യാതൊരു വിഷമവും കൂടാതെ ഇളമയോടും സ്നേഹത്തോടും കൂടെ ഇടതുകരം നീട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് കിട്ടാനുള്ളത് കിട്ടി, ഇനി നിരാശരായ എന്റെ മക്കൾക്ക് വേണ്ടി വല്ലതും തരിക. ആ ധനികന്റെ മനസ്സലിഞ്ഞു. ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവം പറന്നു. സ്നേഹം കൊണ്ട് ആ മനുഷ്യൻ നിറഞ്ഞു. ഫ്രാൻസിസ് അസീസി പുണ്യവാളന്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായതായി ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ഓർമ്മിക്കുകയാണ്. ഒരു ദിവസം മേലധികാരികളോട് സുവിശേഷം പ്രസംഗിക്കാനുള്ള അനുവാദം അദ്ദേഹം ചോദിച്ചു. വൃത്തിഹീനമായ ഡ്രസ്സും അഴുക്ക് പുരണ്ട ശരീരവും കണ്ടപ്പോൾ മേലധികാരികൾ പുച്ഛത്തോടെ പറഞ്ഞു, പോയി വല്ല പന്നികളോട് സുവിശേഷം പ്രസംഗിക്കുക. പിറ്റേ ദിവസം അദ്ദേഹത്തെ അന്വേഷിച്ചപ്പോൾ ഒരു പന്നിക്കൂട്ടിൽ പന്നികളോട് വളരെ അനുസരണത്തോടും സ്നേഹത്തോടുകൂടെ സുവിശേഷം പ്രസംഗിക്കുന്ന അസീസി പുണ്യവാളനെയാണ് ലോകം കണ്ടത്. ദൈവം അദ്ദേഹത്തെ അത്യധികം ഉയർത്തി. 2-ാം ക്രിസ്തു എന്ന് അദ്ദേഹം വിളിക്കപ്പെടുന്നു. എബ്രഹാം ലിങ്കന്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി. ഒരിക്കൽ എബ്രഹാം ലിങ്കനും ഭാര്യയും തമ്മിൽ വലിയ കലഹം ഉണ്ടായി. കോപത്തിന്റെ സമയത്ത് നിയന്ത്രണം വിട്ട ഭാര്യ കയ്യിലുണ്ടായിരുന്ന ചായക്കോപ്പ നേരെ എബ്രഹാം ലിങ്കന്റെ മുഖത്തേക്ക് ഒഴിച്ചു. ഒരു നേരം എബ്രഹാം ലിങ്കൻ ഷോക്ക് അടിച്ചതുപോലെ നിന്ന്. പെട്ടെന്ന് അദ്ദേഹം സുബോധം വീണ്ടെടുത്ത് ആത്മാവിന്റെ ആലോചന അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം പറഞ്ഞു, എക്സ്ക്യൂസ് മീ. അദ്ദേഹം വേഗം ബാത്റൂമിലേക്ക് പോയി, മുഖം കഴുകി, ഡ്രസ്സ് മാറ്റി വേഗം തിരിച്ചു വന്നു. സന്തോഷത്തോടെ പറഞ്ഞു, സന്തോഷത്തോടെ അദ്ദേഹം പറഞ്ഞു, നിന്റെ ചായക്കോപ്പയിൽ ചായ ഇല്ലല്ലോ. ചായ ആ ചായക്കോപ്പയിലേക്ക് സ്നേഹപൂർവ്വം പകർന്നു കൊടുത്തു. ആ ക്ഷണം എബ്രാഹിമിന്റെ ഭാര്യയുടെ ഹൃദയത്തിലേക്ക് ദൈവം പറന്ന് സ്നേഹം നിറഞ്ഞു. പിന്നീട് ഒരിക്കലും ഇതുപോലെ കോപത്തോടെ ഇടപെടാൻ അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിക്ക് സാധിച്ചിട്ടില്ല എന്ന് ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം താഴ്ത്തുമ്പോൾ സ്നേഹത്തോടെ സ്നേഹത്തിന്റെ അവതാരമായി താണു കൊടുക്കാൻ നിന്നുകൊടുക്കാൻ നിനക്ക് പറ്റുമോ? ദൈവം നിന്നെ അത്യധികമായി ഉയർത്തും. സ്വാർത്ഥത്തിന് കൊമ്പൊടിയാൻ, ഈ ഭൂമിയിൽ അത്യധികം ഉയർത്തപ്പെടാൻ ദൈവമക്കൾക്ക് ഒരു വഴി ഈ ക്രിസ്മസ് രാത്രിയിൽ കാണിച്ചു തരികയാണ്. പുൽക്കൂട്ടിൽ ഈ സ്വയം ചൂണ്ടിക്കാട്ടി പിതാവായ ദൈവം പറയുകയാണ്, നീ മറ്റുള്ളവരോടുള്ള സമാനത, നീ നിന്റെ സഹപ്രവർത്തകരുടെ സമാനത, നിനക്കുള്ള എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും നിഷേധിക്കപ്പെടുമ്പോൾ നിന്റെ അവകാശത്തെ ഓർത്ത് നീ ബലം പിടിക്കാതെ നീ നിന്നെ തന്നെ താഴ്ത്താൻ വിട്ടുകൊടുത്താൽ ഞാൻ നിന്നെ ഉയർത്തും. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവേ, ഈ രാത്രിയിൽ ഓരോ മകന്റെ മേലും മകളുടെ മേലും അഭിഷേകമായി നിറയണമേ. സ്നേഹത്തിന്റെ അത്ഭുതകരമായ പ്രവാഹം ഈ രാത്രി എല്ലാ ദൈവമക്കളുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ശക്തി, ദൈവ സ്നേഹത്തിന്റെ ശക്തി എല്ലാ ഹൃദയങ്ങളിലേക്കും വ്യാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കുളക്കരയിൽ വിവശനാം തളർവാത രോഗിയാണു ഞാൻ. സഹായഹസ്തങ്ങൾ നീട്ടുവാൻ പോലും ആരുമില്ലാതെ കേഴുന്നു ഞാൻ. നിരാലംബനായി കേഴുന്നു ഞാൻ. സുഖമാക്കണേ, സുഖമാക്കണേ നാഥാ, സുഖമാക്കണേ, സുഖമാക്കണേ, സുഖമാക്കണേ നാഥാ, സുഖമാക്കണേ.
പുൽക്കൂട്ടിൽ പിറന്ന ദിവ്യകാരുണ്യനാഥനായ ഈശോ ഈ നിമിഷങ്ങളിൽ ഓരോരുത്തരെയും തൊട്ട് തൊട്ട് അനുഗ്രഹിക്കാൻ അവിടുന്ന് നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കടന്നു വരട്ടെ. ഓരോ വ്യക്തികൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. മനസ്സിലും ഹൃദയത്തിലും തളം കെട്ടി കിടക്കുന്ന എല്ലാ ദുഃഖങ്ങളിലേക്കും യേശുവിനെ വിളിക്കാം. യേശുനാഥൻ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവപുത്രനാണ്. കരഞ്ഞാൽ മനം തിരിഞ്ഞാൽ അടുത്ത് വന്ന് അനുഗ്രഹിക്കുന്ന ജീവിക്കുന്ന ദൈവമാണ് യേശു. രോഗികൾ രോഗാവസ്ഥകളിലേക്ക് യേശുവിനെ വിളിക്കട്ടെ. പലതരത്തിലുള്ള തകർച്ചകളും ദുഃഖങ്ങളും വേദനകളും അനുഭവപ്പെടുന്നവർ ഇപ്പോൾ രോഗപീഠകളുടെ മേൽ, വേദനകളുടെ മേൽ, ദുഃഖങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി ഒഴുകാൻ ആത്മാർത്ഥമായി ഹൃദയത്തിൽ തട്ടി യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശു ക്രിസ്തുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേകരെ അവിടുന്ന് സുഖപ്പെടുത്തുന്ന സമയമാണ്. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിലവിളിച്ചപേക്ഷിക്കുന്ന എല്ലാ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവെ, മാറാ രോഗങ്ങളുടെ മേൽ അങ്ങയുടെ ശക്തി ഇപ്പോൾ ഒഴുകട്ടെ. പലതരത്തിലുള്ള വ്യഥകളോടും വ്യാധികളോടും കൂടി ഇരിക്കുന്ന ഓരോരുത്തരെയും അവിടുത്തെ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന ശക്തിയാൽ ഇപ്പോൾ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ ശക്തി ഇപ്പോൾ ലോകമെമ്പാടും വ്യാപിക്കട്ടെ. ദുഃഖിതർ, പീഡിതർ, മനപ്രയാസങ്ങളിരിക്കുന്നവർ, തകർന്നിരിക്കുന്നവർ, വലിയ അധപതനങ്ങളിൽ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ കർത്താവിന്റെ ശക്തിയാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക്, നിങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് യേശു ക്രിസ്തുവിൽ നിന്ന് ശക്തി വ്യാപിച്ച് അനേകർ സൗഖ്യം പ്രാപിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാഥാ സുഖമാക്കണേ, 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 നാഥാ സുഖമാക്കണേ.